ഒരു വീട്ടിലെ പ്രധാന അംഗങ്ങൾ എന്ന് പറയുന്നത് അച്ഛനും അമ്മയും മക്കളും ആണെങ്കിൽ ഒരു മൊബൈലിലെ പ്രധാന അംഗങ്ങൾ എന്ന് പറയുന്നത് വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെയാണ്. ഈ ഇൻസ്റ്റഗ്രാം വീട്ടിലെ വണ്ടി പോലെ കൂടുതലും ചെറുപ്പക്കാരായിരിക്കും ഉപയോഗിക്കുന്നത്. ഈ ഫേസ്ബുക്ക് വീട്ടിലെ ചാരുകസേര പോലാണ്, മെയിനായിട്ടും പ്രായമായവരാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിള്ളേരും കയറിയിരിക്കും. പക്ഷെ വാട്സാപ്പ് വീട്ടിലെ ബാത്റൂം പോലാണ്, എല്ലാവരും ഉപയോഗിക്കും. നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പോലും ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഈ വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ. അതായത് ഈ ഷുഗർ ഉള്ളവർ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുന്ന പോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നെറ്റ് ഓൺ ആക്കി ഇതൊക്കെ ഒന്ന് നോക്കിയില്ലെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ഒരു 2 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വാട്സാപ്പ് എടുത്ത് നോക്കാത്ത, അല്ലെങ്കിൽ ക്യാമറ ഓണാക്കി മുഖം നോക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. കാർത്തിക് സൂര്യൊക്കെ പല്ല് തേക്കുന്നവരെ ക്യാമറ നോക്കിയിട്ടുണ്ട്. നാടോടുമ്പോ നടുവേ ഓടണം എന്നുള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ചില അമ്മമാര് ഓടിയത് വാട്സാപ്പിലോട്ടും ഫേസ്ബുക്കിലോട്ടുമാണ്. ഈ 5 സ്റ്റാർ ഹോട്ടലിന്റെ ബാത്റൂമിൽ സാധാരണക്കാരൻ കയറുമ്പോഴത്തുള്ള അവസ്ഥയാണ് ഈ പ്രായമായവര് ഫേസ്ബുക്കിൽ കയറുമ്പോൾ. അവർക്കവിടെ എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയില്ല. ഈ ബാത്റൂമിൽ അവിടെ എവിടെയും പിടിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ വെള്ളം വരും, ഫേസ്ബുക്കിൽ അവിടെ എവിടെയും പിടിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ വെള്ളം കുടിക്കും. പിന്നെ അമ്മാന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പോലത്തെ 2 പ്രാവും ഒത്ത നടുക്ക് ആർച്ചു വെച്ച പോലത്തെ ഒരു ഗുഡ് മോർണിംഗിലുമാണ് അമ്മാന്റെ ദിവസം തന്നെ തുടങ്ങുന്നത്. രാവിലെ പാലും പത്രവും വന്നില്ലേലും അമ്മാവൻ ഈ പ്രാവും സുപ്രഭാതവും കിട്ടിയില്ലെങ്കിൽ വല്ലാത്തൊരു മനോവിഷമമാണ്. സ്വന്തം ബ്ലഡ് ഗ്രൂപ്പ് അറിയത്തില്ലെങ്കിലും അമ്മ 1044 വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട്. ഈ വാട്സാപ്പിൽ കയറുമ്പോഴത്തേക്ക് അമ്മാവനെ തന്നെ ഒരു വിവരാവകാശ കമ്മീഷനായിട്ടാണ് കാണുന്നത്. അതായത് ഇവിടുന്ന് കിട്ടുന്ന ചവറെല്ലാം കൂടി എടുത്ത് ഫോർവേഡ് മെസ്സേജ് ആയിട്ടായിരിക്കും. ഇതെന്തോ വലിയ നന്മ പ്രവൃത്തിയാണെന്നാണ് അമ്മാവന്റെ വിചാരം. പക്ഷെ ഗൂഗിൾ പേയിൽ സ്ക്രാച്ച് കാർഡ് ചിരണ്ടിയാൽ കിട്ടുന്ന ഓഫറും അമ്മാവന്റെ ഈ ഫോർവേഡ് മെസ്സേജും ഇന്ന് വരെ ഒരു മനുഷ്യന് പോലും പ്രയോജനം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. സ്വന്തം ജീവിതം പോലും പണയം വെച്ച് അമ്മാവൻ ഈ ഫോർവേഡ് മെസ്സേജ് അയക്കുമെന്ന് എനിക്ക് കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത്. കഴിഞ്ഞ ദിവസം വെളുപ്പിനെ 12 മണി തൊട്ട് 6 മണി വരെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്തോ റേഡിയേഷൻ വരുമെന്ന് അമ്മാവൻ എനിക്കൊരു ഫോർവേഡ് മെസ്സേജ് അയച്ചു. ഇതിനിടയ്ക്ക് വെളുപ്പിനെ 3 മണിക്ക്. ഞാനിത് കണ്ടത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക്. ഞാൻ അപ്പോൾ തന്നെ അമ്മാവനെ വിളിച്ച് ഇനി അമ്മാവനും വല്ല റേഡിയേഷൻ അടിച്ചോന്ന് അറിയാനായിട്ട്. പിന്നാണ് എനിക്ക് മനസ്സിലായത് ഈ വാട്സാപ്പിൽ അശ്ലീല വീഡിയോ ഫോർവേഡ് ചെയ്യുന്നവരെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ടെന്ന്. വേറൊരു ഫോർവേഡ് മെസ്സേജ് അമ്മാവന് കിട്ടിയപ്പോ തൊട്ടാണ് അമ്മാവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയത്. കഴിഞ്ഞ ദിവസം അമ്മാവൻ വീഡിയോ കോൾ വിളിച്ചപ്പോഴത്തേക്ക് ഫോണിൽ വലിയൊരു കുഴി, സൈഡിൽ എന്തോ ചെടിയോ വള്ളിയോ പോലൊക്കെ കെളുത്ത് വെപ്പുണ്ട്. ഞാൻ ഓർത്ത് അമ്മാവൻ കിണറ്റി ചാടാൻ നിൽക്കുവന്നു. പിന്നാണ് എനിക്ക് മനസ്സിലായത് അമ്മാവന്റെ മൂക്കിന്റെ തുളയാണ് ഈ കാണുന്നത്. ഫോൺ നേരെ പിടിക്കാമോ ക്യാമറ നോക്കുന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഈ താക്കോലിന്റെ തുളക്കകത്തോട് നോക്കുന്ന പോലാണ് അമ്മാവൻ ക്യാമറയിലോട്ട് നോക്കുന്നത്. വൈറസിന്റെ 13ാം വകഭേദം മൈക്രോസ്കോപ്പിലൂടെ കണ്ടൊരു അനുഭൂതിയായിരുന്നു എനിക്ക്. ഇപ്പോ അമ്മാവനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോ എല്ലാവരും സോഷ്യൽ മീഡിയക്കകത്താണ്. ജനനം തൊട്ട് മരണം വരെയും സോഷ്യൽ മീഡിയക്ക് അകത്തൂടെ കയറി ഇറങ്ങിയാണ് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. നൂലുകെട്ടും താലികെട്ടും എല്ലാം നമ്മൾ വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടും. എനിക്കുണ്ട് ഈ സ്റ്റാറ്റസ് ഭ്രാന്തനായിട്ടുള്ളൊരു കൂട്ടുകാരൻ. അവൻ എവിടെ വന്നു എന്നാന്നോ അവന്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചാൽ പോലും അറിയത്തില്ലായിരിക്കും. പക്ഷെ ഇവന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ മനോരമ റൂട്ട് മാപ്പ് വരച്ച പോലെ ഇവൻ എവിടൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ കഴിഞ്ഞ ദിവസം ഈ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ബർത്ത്ഡേക്ക് സൈക്കിൾ ചെയിൻ പോലാണ് ഇവൻ സ്റ്റാറ്റസ് ഇട്ടത്. ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇവനും സച്ചിനും കൂടെ കണ്ടെത്തി ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നപ്പോഴാണ് സച്ചിനെ ICC ക്രിക്കറ്റിലോട്ട് വിളിച്ചത്. അതുപോലെ ഇപ്പോ വിരാട് കോഹ്ലിക്ക് ഫോം നിലനിർത്താത്തതുകൊണ്ട് വിരാട് കോഹ്ലിക്ക് ICCയുടെ താക്കീത് എന്നൊക്കെ ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇവൻ കോഹ്ലി അണ്ടർ പ്രഷർ എന്നും പറഞ്ഞുകൊണ്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടും. ഇവന്റെ അച്ഛന് ICICI ബാങ്കിൽ നിന്ന് ലോൺ അടയ്ക്കാത്തതിന് താക്കീത് കിട്ടി പുള്ളി പ്രഷർ കയറി കിടക്കുവായി. അത് പിന്നെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാനുള്ള കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് അവൻ അത് മൈൻഡ് ചെയ്യാറില്ല. ചിലർക്ക് ഇതുപോലെ ഫോട്ടോഷൂട്ടുകളോടാണ് ഭ്രമം. അതെടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്നതൊക്കെയാണ് അവരുടെ ആനന്ദം എന്ന് പറയുന്നത്. പണ്ട് അനിയത്തിയുടെ കല്യാണം വിളിക്കാൻ വന്നപ്പോഴത്തേക്ക് നമ്മളൊക്കെ അടുത്ത ബന്ധുക്കളല്ലേ, കല്യാണക്കുറി വേണോ, കലണ്ടറെ ഡേറ്റ് എഴുതിയിട്ടാ പോരെന്നും ചോദിച്ച് കല്യാണക്കുറിയുടെ 4 രൂപ ലാഭിച്ച അമ്മാവന്റെ മോൻ കഴിഞ്ഞ ദിവസം 4 ലക്ഷം രൂപ മുടക്കി സേവ് ദ ഡേറ്റ് എന്നും പറഞ്ഞ് ആലപ്പുഴ ബീച്ച് അയല ഉണങ്ങാനിട്ടേക്കുന്ന പോലെ കിടക്കുന്നത്. ഇപ്പോ നമ്മള് സോഷ്യൽ മീഡിയക്കകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് കാര്യങ്ങളും അതനുസരിച്ച് മാറി. പണ്ട് നിനക്കെന്നാ പറ്റി നിന്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ എന്നാണ് ചോദിച്ചോണ്ടിരുന്നെങ്കിൽ ഇപ്പോ നിനക്കെന്നാ പറ്റി നിന്റെ വാട്സാപ്പ് DP കാണുന്നില്ലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പണ്ട് 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാന്നുള്ള പുസ്തകം ബസ്സിൽ കിട്ടിക്കൊണ്ടിരുന്നിടത്ത് ഇപ്പോ വാട്സാപ്പിൽ കൂടി ഇംഗ്ലീഷ് പഠിക്കാവുന്ന സ്കീമാണ്. പഴഞ്ചൊല്ല് വരെ മാറിയെന്ന് പറയാം. വാവിട്ട വാക്കും ഡിലീറ്റ് ചെയ്ത വാട്സാപ്പ് മെസ്സേജും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് വരെയായി. ഞാൻ ഈ സോഷ്യൽ മീഡിയ കണ്ടന്റ് ഇവിടെ ചെയ്യാൻ തന്നെ കാരണം എൻ്റെ ഒരു വാട്സാപ്പ് അമ്മായിയാണ്. കഴിഞ്ഞ ദിവസം സ്വന്തം അച്ഛൻ മരിച്ചപ്പോഴത്തേക്ക് കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആദരാഞ്ജലിയുടെ എണ്ണം കുറഞ്ഞെന്നും പറഞ്ഞ് അമ്മായി പിണങ്ങിയിരിക്കുകയാണ്.
നിങ്ങളെല്ലാരും അമ്മായിക്ക് ഒരു ഹായ് കൊടുക്കണം. ഹായ് അമ്മായി.